ദ സ്റ്റോറി ഓഫ് ജിബ്രീൽ അലൈഹിസ്സലാം. സ്വർഗവും നരകവും സൃഷ്ടിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയോട് അവ രണ്ടും വിലയിരുത്തുവാനായി ആവശ്യപ്പെടുന്നുണ്ട്. വിശാലമായ സ്വർഗം കണ്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും തന്നെ ഇതിലേക്ക് വരാതിരിക്കില്ല എന്നായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ചില തടസ്സങ്ങളും പരീക്ഷണങ്ങളും നിറച്ചു. ഉടൻ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹുവേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത്ര എളുപ്പത്തിൽ ഒരാൾക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയ്ക്ക് നരകം കാണിച്ചു കൊടുത്തു. തിളച്ചുമറിയുന്ന നരകത്തിലേക്ക് നോക്കി നിന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇതിൻ്റെ ഭയാനതകളെക്കുറിച്ച് കേൾക്കുന്ന ആരും തന്നെ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കില്ല റബ്ബേ എന്നായിരുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്കുള്ള വഴിയിൽ ആകർഷണങ്ങളും കുറേയേറെ സുഖസൗകര്യങ്ങളും നിറച്ചു. ഇത് കണ്ട ജിബ്രീൽ അലൈഹിസ്സലാം വളരെ അത്ഭുതത്തോടുകൂടി പറയുകയുണ്ടായി, ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദ്. അല്ലാഹുവേ, ഇപ്പോൾ ഇതിൽ നിന്നും ഒരാൾക്ക് പോലും രക്ഷപ്പെടാനാവില്ലല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അനാവശ്യ വർണ്ണനകളില്ലാതെ സ്വർഗവും നരകവും ഇത്രയും ഗൗരവത്തോടെ വിലയിരുത്തിയ ജിബ്രീൽ അലൈഹിസ്സലാമയെ തന്നെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എന്ന ഭാരമേറിയ ദൗത്യവുമായി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. റമളാനിലെ ആ രാത്രിയിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഹിറാ ഗുഹയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് അറിയാമായിരുന്നു തൻ്റെ കയ്യിലുള്ളത് താൻ കണ്ട നരകത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാനും ഉന്നതമായ സ്വർഗത്തിലേക്ക് അവരെത്തിക്കുവാനും കഴിവുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണെന്ന്.